ജയ് മാതാ. ചരണം ശരണം രമാംബികേ, ചരണം ശരണം ത്രയംബകേ. ഭാരതീയ ആധ്യാത്മിക ചിന്താഗതികളുടെ ചരിത്രത്തിൽ ജ്ഞാനയോഗമാണോ അതോ ഭക്തിയോഗമാണോ പരമമായ സാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ മാർഗം എന്നതിനെ ചൊല്ലി നിരന്തരം ചർച്ചകൾ നടന്നിട്ടുണ്ട്. കേവല ബുദ്ധിരാക്ഷസന്മാരായ ചില ചിന്തകർ ജ്ഞാനമാണ് ആധ്യാത്മികതയുടെ അത്യുന്നത ശിഖരമെന്നും ഭക്തി എന്നത് മനസ്സിൽ വികാരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സാധകർക്കുള്ള പ്രഥമ പടി മാത്രമാണെന്നും വാദിച്ചു. നേരെ മറിച്ച് തീവ്രഭക്തരായ ആളുകൾ യുക്തിസഹമായ ചിന്തകളെയും വിവേകത്തെയും ഈശ്വരപ്രേമത്തിന് തടസ്സമായി നിൽക്കുന്ന വരണ്ട തത്വചിന്തകളായി മുദ്രകുത്തി. ഈ തെറ്റിദ്ധാരണ മനുഷ്യബോധത്തെ രണ്ടായി വിഭജിക്കുകയും ബുദ്ധിയെ വരണ്ടതാക്കുകയും ഹൃദയത്തെ അച്ചടക്കമില്ലാത്ത വികാരങ്ങൾക്ക് അടിമപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഭഗവത്ഗീതയും ശ്രീരമാദേവിയമ്മയുടെ ജീവിത സന്ദേശങ്ങളും ഈ തെറ്റായ വിഭജനത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്നു. ഇവരുടെ സമഗ്രമായ കാഴ്ചപ്പാടിൽ ഭക്തിയും ജ്ഞാനവും രണ്ട് വ്യത്യസ്ത ലക്ഷ്യങ്ങളിലേക്ക് നയിക്കുന്ന വഴികളല്ല, മറിച്ച് അത് പരമസത്യത്തിലേക്ക് പറന്നുയരാനുള്ള ഒരേ പക്ഷിയുടെ രണ്ട് ചിറകുകളാണ്. ഭക്തിയില്ലാത്ത ജ്ഞാനം കേവലം അഹങ്കാരമായും ആത്മീയ വരൾച്ചയായും മാറുമ്പോൾ ജ്ഞാനമില്ലാത്ത ഭക്തി വെറുമൊരു വൈകാരിക പ്രകടനമായോ അന്ധവിശ്വാസമായോ അധപ്പതിക്കാം. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് നൽകിയ ഗീതോപദേശങ്ങളെയും ശ്രീരമാദേവിയമ്മയുടെ അനുഭവസമ്പന്നമായ ആധ്യാത്മിക സന്ദേശങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ട് ഭക്തി എങ്ങനെ ജ്ഞാനത്തെ വിശുദ്ധമാക്കുന്നു എന്നും ജ്ഞാനം എങ്ങനെ ഭക്തിയെ ആഴമുള്ളതാക്കുന്നു എന്നും മനസ്സിലാക്കാവുന്നതാണ്. ഈ രണ്ട് മാർഗങ്ങളുടെയും സമന്വയം മനസ്സിലാക്കാൻ സനാതനധർമ്മത്തിൽ ജ്ഞാനം, ഭക്തി എന്നിവ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ആദ്യം തിരിച്ചറിയണം. ജ്ഞാനം എന്നത് കേവലം ഗ്രന്ഥങ്ങൾ വായിച്ചു കൂട്ടുന്നതോ ശാസ്ത്രീയവാദ പ്രതിവാദങ്ങളിൽ ഏർപ്പെടുന്നതോ അല്ല. വേദാന്ത പാരമ്പര്യത്തിൽ ജ്ഞാനം എന്നത് പരമസത്യമായ ബ്രഹ്മത്തെക്കുറിച്ചുള്ള നേരിട്ടുള്ള അചഞ്ചലമായ അനുഭവജ്ഞാനമാണ്. ജീവാത്മാവും പരമാത്മാവും ഒന്നാണെന്ന തിരിച്ചറിവാണത്. ശരീരബോധത്തിലും അഹങ്കാരത്തിലും ദ്വൈതഭാവത്തിലും മനുഷ്യനെ ബന്ധിച്ചിരിക്കുന്ന അജ്ഞാനത്തെ നശിപ്പിക്കുന്നത് ജ്ഞാനമാണ്. അതുപോലെ തന്നെ ഭക്തി എന്നത് കേവലമായ വികാര പ്രകടനമോ ബാഹ്യമായ ചടങ്ങുകളോ ഭൗതിക ലാഭങ്ങൾക്കായുള്ള യാചനയോ അല്ല. നാരദ ഭക്തി സൂത്രത്തിൽ വ്യക്തമാക്കുന്നതുപോലെ ഈശ്വരനോടുള്ള പരമമായ അതിരറ്റ സ്നേഹമാണ് ഭക്തി. മനസ്സിലെ മുഴുവൻ വൈകാരിക ഊർജത്തെയും ഈശ്വരനിലേക്ക് തിരിച്ചുവിടുകയും അഹങ്കാരത്തെ ഇല്ലാതാക്കി ഈശ്വര പ്രേമത്തിൽ ലയിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണത്. മനുഷ്യബോധത്തിൽ ഈ രണ്ട് ധാരകളും ഒന്നിച്ചു ചേരുമ്പോൾ ബുദ്ധിയുടെ വിവേകം സ്നേഹത്തിൻ്റെ മധുരത്താൽ നിറയുകയും ഹൃദയത്തിൻ്റെ സമർപ്പണം അചഞ്ചലമായ സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് ഉപദേശിക്കുന്നത് ഒരു കാട്ടിൽ ധ്യാനിച്ചിരിക്കുന്ന സന്യാസിയോടല്ല, മറിച്ച് യുദ്ധക്കളത്തിലെ അശാന്തിക്കും കടമകൾക്കും നടുവിൽ നിൽക്കുന്ന ഒരു കർമ്മധീരനോടാണ്. അതുകൊണ്ട് തന്നെ ഗീത ജ്ഞാനത്തെയും ഭക്തിയെയും ജീവിതവുമായി തുന്നിച്ചേർത്തിരിക്കുന്നു. ഭഗവത്ഗീത 7-ാം അധ്യായം 16-ാം ശ്ലോകത്തിൽ ഭഗവാൻ തന്നെ ഭജിക്കുന്നവരെ ആർത്തൻ, അർത്ഥാർത്ഥി, ജിജ്ഞാസു, ജ്ഞാനി എന്നീ 4ആയി തരംതിരിക്കുന്നു. തൊട്ടടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ അരുളി ചെയ്യുന്നത് അവരിൽ എപ്പോഴും ഈശ്വരനിൽ ഒന്നിച്ചിരിക്കുന്നവനും ഏകാന്ത ഭക്തിയുള്ളവനുമായ ജ്ഞാനിയാണ് ഏറ്റവും ശ്രേഷ്ഠനെന്നാണ്. എന്തെന്നാൽ ജ്ഞാനിക്ക് ഈശ്വരൻ അത്യധികം പ്രിയപ്പെട്ടവനാണ്, അയാൾ ഈശ്വരനും പ്രിയപ്പെട്ടവനാണ്. ഈ ആശയം തത്വചിന്തകനും ഭക്തനും തമ്മിലുള്ള അതിർവരമ്പുകളെ ഇല്ലാതാക്കുന്നു. യഥാർത്ഥ ജ്ഞാനി കേവല ബുദ്ധിജീവി മാത്രമായി നിൽക്കുന്നില്ല. ഈശ്വരനാണ് പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആത്മാവെന്ന് അയാൾ തിരിച്ചറിയുന്നതിനാൽ അയാളുടെ ഭക്തി അചഞ്ചലവും പരമവുമാകുന്നു. ജ്ഞാനം അയാളിലെ സ്നേഹത്തെ കുറയ്ക്കുന്നില്ല, മറിച്ച് സ്നേഹത്തെ വ്യക്തിപരമായ വികാരങ്ങളിൽ നിന്ന് അനന്തമായ പ്രപഞ്ചപ്രേമത്തിലേക്ക് ഉയർത്തുന്നു. 12-ാം അധ്യായത്തിൽ അർജുനൻ ഭഗവാനോട്
രൂപമില്ലാത്ത നിരുപാധികമായ ബ്രഹ്മത്തെയാണോ അതോ രൂപമുള്ള ഈശ്വരനെയാണോ ഉപാസിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ശരീരാഭിമാനമുള്ള മനുഷ്യർക്ക് അരൂപമായ ബ്രഹ്മത്തിൽ മനസ്സർപ്പിക്കുന്നത് ബുദ്ധിമുട്ടാണെന്നും ഈശ്വരനിൽ മനസ്സർപ്പിച്ച് ഭക്തിയോടെ ജീവിക്കുന്നവരെ അവിടുന്ന് സംസാര സാഗരത്തിൽ നിന്ന് വേഗത്തിൽ കരകയറ്റുമെന്നും ഭഗവാൻ വ്യക്തമാക്കുന്നു. കൂടാതെ ഗീതയുടെ 18-ാം അധ്യായത്തിൽ ഭഗവാൻ മോക്ഷത്തിൻ്റെ അത്യുന്നത ഘട്ടത്തെ വിവരിക്കുന്നുണ്ട്. ബ്രഹ്മഭാവത്തെ പ്രാപിച്ചവനും പ്രസന്ന ചിത്തനുമായ ഒരുവൻ ഒന്നിനെയും ചൊല്ലി ദുഃഖിക്കുകയോ ഒന്നും ആഗ്രഹിക്കുകയോ ചെയ്യുന്നില്ല. സർവഭൂതങ്ങളിലും സമഭാവമുള്ള അവൻ പരമമായ ഭക്തിയെ പ്രാപിക്കുന്നു. ആ പരമഭക്തിയാൽ ഈശ്വരൻ തത്വത്തിൽ ആരാണെന്നും എന്താണെന്നും അയാൾ മനസ്സിലാക്കുകയും അങ്ങനെ ഈശ്വരനെ തത്വത്തിൽ അറിഞ്ഞ് അയാൾ അവിടുന്നിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. ബ്രഹ്മജ്ഞാനം നേടിയ ശേഷവും ഭക്തനിൽ പരമമായ ഭക്തി പ്രകാശിക്കുന്നു എന്നാണ് ഗീത വെളിപ്പെടുത്തുന്നത്. അദ്വൈത സാക്ഷാത്കാരം നേടിയ ഒരുവൻ വരണ്ട കല്ലുപോലെ മാറുന്നില്ല, മറിച്ച് അവൻ സർവചരാചരങ്ങളിലും ഈശ്വരനെ ദർശിച്ചുകൊണ്ട് പരമമായ പ്രേമം ചൊരിയുന്നു. ഗീതയിലെ അത്യുന്നത തത്വങ്ങളെ സാധാരണക്കാരൻ്റെ കുടുംബജീവിതത്തിലേക്ക് ലളിതമായി പകർന്നു നൽകി ജീവിച്ചു ശ്രീരമാദേവി അമ്മ. ഈശ്വരനെ അറിയാൻ കാട്ടിലേക്ക് പോകേണ്ടതില്ലെന്നും ഗൃഹസ്ഥാശ്രമമാണ് ഭക്തിയും ജ്ഞാനവും ഒരുപോലെ പരിശീലിക്കാനുള്ള ഏറ്റവും നല്ല കേന്ദ്രമെന്നും അമ്മ കാണിച്ചു തന്നു. സ്വാർത്ഥതയും ആഗ്രഹങ്ങളും അഹങ്കാരവും നിറഞ്ഞ മനസ്സിൽ ജ്ഞാനത്തിൻ്റെ വെളിച്ചം പ്രകാശിക്കില്ലെന്ന് അമ്മ ഓർമ്മിപ്പിച്ചു. മനസ്സിനെ ശുദ്ധീകരിക്കുന്ന അഗ്നിയാണ് ഭക്തി. നാമജപത്തിലൂടെയും കർമ്മഫല സമർപ്പണത്തിലൂടെയും സേവനത്തിലൂടെയും ഒരുവൻ മനസ്സിനെ ശുദ്ധീകരിക്കുമ്പോൾ ആ ശുദ്ധമായ മനസ്സിൽ ജ്ഞാനം താനേ ഉദയം ചെയ്യുന്നു. ഭക്തി എന്നത് ജ്ഞാനത്തിൻ്റെ മധുരമാണെന്നും ജ്ഞാനം എന്നത് ഭക്തിയുടെ ശക്തിയാണെന്നും അമ്മ പഠിപ്പിച്ചു. ആധ്യാത്മിക വഴികളിൽ ഏറ്റവും വലിയ തടസ്സം ഞാനാണ് ചെയ്യുന്നതെന്ന കർത്തൃത്വ അഹങ്കാരമാണ്. ജ്ഞാനമാർഗം ബുദ്ധി ഉപയോഗിച്ച് ഈ അഹങ്കാരത്തെ ഇല്ലായ്മ ചെയ്യുന്നു. താൻ നശിക്കുന്ന ശരീരമല്ല, മാറ്റമില്ലാത്ത സാക്ഷി ചൈതന്യമാണെന്ന് അത് ഓർമ്മിപ്പിക്കുന്നു. ഭക്തിമാർഗം ശരണാഗതിയിലൂടെ ഇതിനെ മറികടക്കുന്നു. എല്ലാം ഈശ്വരൻ്റേതാണെന്നും താൻ വെറും ഒരു ഉപകരണം മാത്രമാണെന്നും അത് പ്രഖ്യാപിക്കുന്നു. അമ്മ ഈ 2 വഴികളെയും ഒന്നിപ്പിച്ചു. വീട്ടിലെ ഓരോ കടമയും അമ്മയ്ക്കുള്ള പൂജയായി ശരണാഗതിയോടെ ചെയ്യാനും അതേസമയം ഉള്ളിൽ അവയോടൊന്നും ഒട്ടി നിൽക്കാതെ സാക്ഷിയായി നിലകൊള്ളാനും അമ്മ ഗൃഹസ്ഥരായ സാധകരെ പഠിപ്പിച്ചു. ചിന്ത, വികാരം, പ്രവൃത്തി എന്നിവ ചേർന്നതാണ് മനുഷ്യ മനസ്സ്. അതിനാൽ സമഗ്രമായ ഒരു ആധ്യാത്മിക പാത ഈ 3 തലങ്ങളെയും വിശുദ്ധീകരിക്കണം. ഒരുവൻ കേവലം ജ്ഞാനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അവൻ പലപ്പോഴും ആത്മീയ അഹങ്കാരത്തിലേക്കോ തത്വചിന്തകളിലെ വരൾച്ചയിലേക്കോ വീണുപോയേക്കാം. എന്നാൽ കേവലം വികാരപരമായ ഭക്തിയിൽ മാത്രം നിൽക്കുമ്പോൾ അവൻ അന്ധവിശ്വാസങ്ങൾക്കും മാനസികമായ അശാന്തിക്കും അടിമപ്പെട്ടേക്കാം. ഭക്തിയും ജ്ഞാനവും ഒന്നിച്ചു വളരുമ്പോൾ മനസ്സിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ലൗകിക സുഖങ്ങളുടെ അനിത്യതയെ ജ്ഞാനം കാട്ടിത്തരുമ്പോൾ മനസ്സ് അവയോടുള്ള ആസക്തി ഉപേക്ഷിക്കുന്നു. അതേസമയം ഉള്ളിലെ സ്നേഹത്തെ ഈശ്വരനിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ട് ഭക്തി മനസ്സിന് പരമമായ സംതൃപ്തി നൽകുന്നു. താൻ അമൃതസ്വരൂപനായ ആത്മാവാണെന്ന ജ്ഞാനം മരണഭയത്തെ ഇല്ലാതാക്കുന്നു. അമ്മയുടെ കൃപയിലുള്ള അചഞ്ചലമായ ഭക്തി ജീവിതത്തെയും സങ്കടങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളെയും ഇല്ലാതാക്കുന്നു. സുഖദുഃഖങ്ങളിലും ജയപരാജയങ്ങളിലും പതറാതെ നിൽക്കുന്ന സമത്വമാണ് യോഗം എന്ന് ഗീത പറയുന്നു. സർവത്തിലും ഈശ്വരനെ കാണുന്ന ജ്ഞാനവും സർവ്വതിനെയും അമ്മയുടെ മക്കളായി സ്നേഹിക്കുന്ന ഭക്തിയും ചേരുമ്പോൾ മനുഷ്യന് ഈ സമത്വഭാവം ലഭിക്കുന്നു. ആത്മസാക്ഷാത്കാരത്തിൻ്റെ അത്യുന്നത കൊടിമുടിയിൽ സാധകൻ, പാത, ലക്ഷ്യം എന്ന വേർതിരിവുകൾ ഇല്ലാതാകുന്നു. ഈ അദ്വൈതാനുഭൂതിയിൽ ഭക്തിയും ജ്ഞാനവും ഒന്നായി മാറുന്നു.
തുടക്കത്തിൽ സാധകൻ ഈശ്വരനെ തന്നിൽ നിന്ന് വേറിട്ടൊരു രൂപമായി കണ്ടാണ് സ്നേഹിക്കുന്നത്. എന്നാൽ ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ ഭക്തി വളരുമ്പോൾ വ്യക്തിപരമായ അഹങ്കാരത്തിൻ്റെ തിരശ്ശീല വീഴുന്നു. താൻ പുറത്ത് ആരാധിച്ച ദിവ്യമാതാവ് തൻ്റെ തന്നെ ഉള്ളിലെ ആത്മാവാണെന്നും പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സത്യമാണെന്നും ഭക്തൻ തിരിച്ചറിയുന്നു. ശ്രീരമാദേവിയമ്മ ഈ അദ്വൈത ഭക്തിയുടെ ജീവിക്കുന്ന ഉദാഹരണമായിരുന്നു. യഥാർത്ഥ ഭക്തി ഈശ്വരനെ അകറ്റി നിർത്തില്ലെന്നും അത് ഈശ്വരനുമായുള്ള പൂർണ്ണമായ ഐക്യത്തിലേക്ക് നയിക്കുമെന്നും അമ്മ പഠിപ്പിച്ചു. ഈശ്വര പ്രേമത്തിൻ്റെ തീയിൽ അഹങ്കാരം പൂർണ്ണമായി എരിഞ്ഞു തീരുമ്പോൾ പ്രകാശിക്കുന്നത് അനന്തമായ ബ്രഹ്മചൈതന്യം മാത്രമാണ്. ഈ ഘട്ടത്തിൽ ജ്ഞാനിയുടെ പ്രപഞ്ച ഐക്യദർശനം ഭക്തൻ്റെ സർവവ്യാപിത്വമുള്ള സ്നേഹമായി മാറുന്നു. ഭക്തൻ്റെ പൂർണ്ണമായ ശരണാഗതി ജ്ഞാനിയുടെ അകർത്തൃത്വ ഭാവമായി മാറുന്നു. അതുകൊണ്ട് ജ്ഞാനത്തിൻ്റെ പ്രായോഗിക അനുഭവമാണ് ഭക്തി. ഭക്തിയുടെ ദാർശനികമായ അടിത്തറയാണ് ജ്ഞാനം. അമിതമായ ലൗകിക ചിന്തകളും മാനസികമായ അശാന്തിയും ആധ്യാത്മികമായ ഒറ്റപ്പെടലും അനുഭവിക്കുന്നതാണ് ഇന്നത്തെ ആധുനിക ലോകം. യന്ത്രവൽകൃതമായ ഈ കാലഘട്ടത്തിൽ ഭഗവത്ഗീതയും ശ്രീരമാദേവിയമ്മയും കാട്ടിത്തന്ന ഭക്തിജ്ഞാന സമന്വയം മനുഷ്യരാശിക്ക് വലിയൊരു വഴികാട്ടിയാണ്. ആധ്യാത്മികത എന്നത് ഈ ജീവിതം ഉപേക്ഷിച്ച് ഓടിയൊളിക്കലല്ല, മറിച്ച് ഈശ്വരീയ ബോധത്തോടെ ജീവിക്കാനുള്ള കലയാണ്. ബുദ്ധിയെ ആത്മവിവേകം കൊണ്ട് തെളിയിക്കുകയും ഹൃദയത്തെ മാതൃസ്നേഹം കൊണ്ടും ശരണാഗതി കൊണ്ടും നിറയ്ക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യന് സംസാര ദുഃഖങ്ങളെ തരണം ചെയ്യാൻ സാധിക്കും. അമ്മ കാട്ടിത്തരുകയും ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉപദേശിക്കുകയും ചെയ്തതുപോലെ നിത്യജീവിതത്തിൽ ജ്ഞാനവും ഭക്തിയും ഒന്നാകുമ്പോൾ ഓരോ ചിന്തയും പ്രാർത്ഥനയായി മാറുന്നു, ഓരോ കടമയും പൂജയായി മാറുന്നു, ഓരോ നിമിഷവും മാതൃചൈതന്യത്തിൻ്റെ പരമാനന്ദകരമായ സാന്നിധ്യമായി മാറുന്നു. ചരണം ശരണം രമാംബികേ, ചരണം ശരണം ത്രയംബകേ. ജയ് മാതാ.